എന്തോടി പറയണ്ടെന്ന് പറഞ്ഞു? പിങ്കി ഉണ്ടല്ലോ, അവക്കിട്ട് കൊടുക്കാനുള്ള ഒരു പണി റെഡി ആയിട്ടുണ്ടെടി. എന്ത് പണി? എല്ലാം സെറ്റാണ്. കാര്യം പറ. അവളുടെ ഒരു ഫോട്ടോ ഞാൻ ഫോട്ടോഷോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ പറയൂല. പറ. അത് അടിപൊളിയായിട്ടുണ്ട്. വേഗം അയക്ക്. ഇപ്പോഴോ? പിന്നല്ലാണ്ട് അയക്ക്. ഇങ്ങനത്തെ കാര്യങ്ങളെ ഒട്ടും വൈകിക്കരുത്. വേഗം ചെയ്യും. വായിക്കാം. കാരണം വേണ്ട, നയിക്കാം. പിന്നെ വേറെ ഗ്രൂപ്പുകളിലേക്കൊന്നും പോകണ്ട നോക്കണം. എന്താ? അതെന്താന്നാ ഇടി മന്ദബുദ്ധി, ഇതൊക്കെ പുറത്തുവന്ന വല്ല പോലീസ് കേസാവും. അതുകൊണ്ട് നീ വേഗം അവൾക്ക് അയച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്തോളാൻ നോക്കും. എടി, അവളുടെ ശരിക്കുള്ള സ്വഭാവം വെച്ച് നമുക്ക് തന്ന പണിയും വെച്ച് ഈ ഫോട്ടോ എടുത്ത് ഫ്ലെക്സ് ചെയ്ത് ജംഗ്ഷനെ കൊണ്ട് വെക്കണം. അതാ ചെയ്യേണ്ടത്. എന്നാ കൂടുതൽ നീ ആ രീതി ചിന്തിക്കണ്ട. പണി എവിടെ നിന്ന് കിട്ടുന്ന പറയുന്നില്ല. ഇപ്പൊ നീ എന്തായാലും അയക്കണ്ടായിരുന്നു. അയക്കല്ലേ? എല്ലാ നേരത്തെ മുണ്ടരുത്. അവന്തി, ഐ എം റിയലി സോറി. എന്തിന്? താനന്ന് പാട്ടുപാടി കളിയാക്കിയതുകൊണ്ടാ ഞാനും പകരം അനോട് റിവെഞ്ച് ചെയ്ത്. ഇതൊന്നും അപ്പൊ തോന്നിയില്ലല്ലോ. എന്ത് ചെയ്യാനാ ചാരു, ഞാൻ കുറച്ച് അഗ്രസീവാ. ആക്ച്വലി അതെൻ്റെ ചൈൽഡ്ഹുഡ് പ്രോബ്ലമാണ്. ചൈൽഡ്ഹുഡ് പ്രോബ്ലം ആവാൻ കാരണം എന്താ അറിയോ? രണ്ട് അടി കിട്ടണമായിരുന്നു. അടിച്ച് പഠിപ്പിച്ചിരുന്നെങ്കിൽ നീ ഒന്നും ഇങ്ങനെ കാണിക്കില്ല. അത് ചാരു പറഞ്ഞത് ശരിയാ. എൻ്റെ പപ്പയും അമ്മയും എല്ലാം ആഴ്ച തന്നെയാണ് വളർത്തിയത്. അതിൻ്റെ കുറച്ച് കുറവൊക്കെ ഉണ്ട്. എനിവേ, നമുക്ക് എന്തെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. അവന്തിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഓക്കെ, റിലാക്സ് ആൻഡ് ടേക്ക് യുവർ ഓൺ ടൈം. ഓട്ടം കണ്ട അവള് കണ്ട് മെസ്സേജ് കണ്ട് ഓട്ടല്ലേ അവള് ഓട്ടിക്ക്. ഞാൻ അല്ലടി, നീ നിന്റെ ഫോണിൽ നിന്നല്ല അയച്ചേ. അപ്പൊ നിന്റെ നമ്പർ അവൾക്ക് മനസ്സിലാവൂലേ? ഞാൻ പുതിയൊരു നമ്പറിൽ നിന്നാണ് അയച്ചത്. പ്രീ പ്ലാനിങ് അല്ലേ? കാഞ്ഞ ബുദ്ധി തന്നെ. കൊള്ളാടി, കൊള്ളാം. ഓ, ഇതാരാ എൻ്റെ ഫോട്ടോ ഇങ്ങനെ എഡിറ്റ് ചെയ്തത്? പിക്കപ്പ് ജിത്തു. എന്താന്ന് വെച്ചാൽ കാണിക്കണത്? ഇതിന് വാഴ ചവിട്ടിയത്? വാഴ എന്ത് നല്ല ഫലമൂലാതെന്ന് അറിയാമോ? ഇപ്പോഴത്തെ കുറെ വാലി പയലുകളുണ്ട്. അവന്മാർ പറയും ഒന്നിനും കൊള്ളാതെ കുറെ കാണുമോ വാഴയെന്ന്. വാഴ അത്ര മോശം കാര്യമൊന്നുമല്ല, അറിയാമോ? വാഴ എന്ന് ഒരേല വെട്ടിയല്ലേ നമുക്ക് ചോറുണ്ണ. അതുപോലെ അതിൻ്റെ നാരെടുത്ത് നമുക്ക് മുല്ലപ്പൂ കെട്ടാം. കൊല്ലം മുറിഞ്ഞ് പഴിപ്പിച്ച് കഴിച്ചൂടെ? വാഴ തൊടാനല്ല, വാഴ തൊടാറ പുളിങ്കറിയും തോരനൊക്കെ വയ്ക്കാം. അങ്ങനെ അത്രയും നല്ലൊരു സാധനമാണ് വാഴ. അതിനാണ് ചവിട്ടുന്നത്. അയ്യോ മോളെ, കരാതെ മോളെ. അയ്യോ കരാതെ അങ്കിൾ, അതിനു വേണ്ടി പറഞ്ഞതല്ല, കരയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇനിയിപ്പോൾ മോൾക്ക് വാഴ ഇടിച്ചേ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ അങ്കിൾ ഇന്നലെ കൊല മുറിഞ്ഞൊരു വാഴയുണ്ട്, ഞാൻ അത് കാണിച്ചത്. മോളെ അതിൽ അടിക്കുകയോ ഇടിക്കുകയോ ചവിട്ടുകയോ എന്ത് വേണോ ചെയ്ത. അതിനു വേണ്ടി കരാതെ മക്കളെ. ഞാൻ അതിനൊന്നും അല്ല കരഞ്ഞത്. പിന്നെ ഒരു വൃത്തിയായിട്ട് എന്റെ ഫോട്ടോ വൃത്തിയായിട്ട രീതിയിൽ എഡിറ്റ് ചെയ്ത് എനിക്ക് അയച്ചു വെക്കുക. അയ്യോ യാത് മഹാഭാവി അത്. എനിക്കറിയില്ല അങ്ങളെ. ഇതെങ്ങനെ പുറത്തു പോയി ജീവിച്ചിരുന്നിട്ട് പിന്നെ കാര്യമില്ല. അയ്യോ പിന്നെ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന അതിന് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അത് ആരാണെന്ന് കണ്ടുപിടിക്ക്. അങ്ങളെ എനിക്കറിയില്ല. മോക്ക് അയച്ചു തന്നില്ലേ? ആ നമ്പറിൽ ഒരു തിരിച്ചു വിളിച്ചു നോക്ക്. ഹലോ, നിങ്ങളാരാ? നിങ്ങളതിന് എന്റെ ഫോട്ടോ ഇങ്ങനെ എഡിറ്റ് ചെയ്തേ? അയ്യോ പോസ്റ്റ് ചെയ്യല്ലേ. ആണോ നീ? ഇന്നാണ് കൊച്ചിന്റെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചത്? ഇന്നാണ് എന്റെ വീട്ടിൽ കരഞ്ഞ പറ്റും ഞാൻ ചെയ്യാൻ അവനൊക്കെ അറിഞ്ഞൂടാ. ഹലോ 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 കട്ട് ചെയ്ത അവൻ എന്തോന്ന് പറഞ്ഞത്? അയാൾക്ക് 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. 5 ലക്ഷം രൂപ? അയ്യോ, അതിന് അത്രയും പൈസ മോളയിലുണ്ടോ? എന്റെ കയ്യിലില്ല അങ്ങളെ.
പപ്പയെ വിളിച്ച് ചോദിക്കണം. അതെ അതെ മോള് ചോദിക്കുകയാണെങ്കിൽ ഈ ആവശ്യമൊന്നും പറയണ്ട. എനിക്ക് സാറിന് വിഷമാവും. വേറെ ഏതെങ്കിലും ആവശ്യത്തിനെന്ന് പറഞ്ഞ് ചോദിച്ചാൽ മതിയേ. ശരി അങ്കിള്. അങ്കിളെ പൈസ കൊടുക്കാൻ പോകുമ്പോൾ അങ്കിളും എൻ്റെ കൂടെ വരുമോ? ഞാൻ വരാം മോളെ. ഈ വിഷയം നമ്മളല്ലാതെ വേറെ ആരും അറിയല്ലേ അങ്കിളെ? ഇല്ല, വേറെ ആരോടും പറയില്ല. മോളും അതുപോലെ വേറെ ആരോടും പറയണ്ടേ കേട്ടാ. മോള് വിഷമിക്കാതെ ഓ. ഏത് ദുഷ്ടന്മാരിങ്ങനെയൊക്കെ ചെയ്യുന്നത്.